നമസ്കാരം. ഇന്ന് ക്രിസ്മസ് ആണ്. നമ്മുടെ ബറോസ്, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ സംവിധാനത്തിൽ വരുന്ന ബറോസ് എന്ന ചിത്രം റിലീസായി. ചിത്രം പറഞ്ഞതുപോലെ തന്നെ നീതി പുലർത്തുന്നുണ്ട്. കാരണം ഒരു ഫെയർ ടെയിലാണ്. ഈ ചിത്രം തുടങ്ങുന്നത് തന്നെ മമ്മൂക്കയുടെ സൗണ്ടിലാണ്. കാരണം എന്താണ് ആ ചിത്രമെന്ന് തുടക്കത്തിൽ തന്നെ മമ്മൂക്ക പറയുന്നുണ്ട്. അതിനുശേഷമാണ് ആ ചിത്രം നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലോട്ട് പോകുന്നത്. ഫെയറി ടെയിലുകൾ വായിച്ചിട്ടുള്ളവർക്ക്, അതിഷ്ടപ്പെടുന്നവർക്ക്, മനസ്സിലാക്കുന്നവർക്ക് ഒരു ഗംഭീര തിയേറ്റർ വിസിറ്റ് ആയിരിക്കും ബറോസ് നൽകുന്നത്. ബറോസ് പപ്പ ഇനി ഒരു ക്രിസ്മസിന് നമ്മൾ സാന്റാക്ലോസിനൊപ്പം ബറോസ് പപ്പയെ ഓർക്കും. നല്ല ഒരു ബറോസ് പപ്പ. നമ്മളൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് കഥകൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് നമുക്ക് ഫെയറി ടെയിൽ കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് സിൻഡ്രല വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ അന്ന് ബറോസിനെ പോലത്തെ ഒരു പപ്പയൊക്കെ നമ്മളന്ന് ആഗ്രഹിച്ചിരുന്നു. കാരണം ഒരാൾ വരും, നമ്മൾ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരാൻ വേണ്ടിയിട്ട് വരുന്നൊരു പപ്പ, അങ്ങനെ ഒരു ഇമാജിനേഷനിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നവർക്ക് ഈ ചിത്രം ഒരുപാട് കണക്റ്റ് ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മോഹങ്ങൾ, നമ്മുടെ അങ്ങനെയുള്ള പല കാര്യങ്ങളും നടത്തി തരുന്ന ഒരാളായിട്ട് നമ്മളൊരു ഫെയറി ആയിട്ടുള്ള ഒരാൾ വരും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. ഞാനൊക്കെ ഒരുപാട് കഥകൾ വായിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഈ ചിത്രം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേക്കിംഗ് ആണ്. കാരണം ഒരു ഗോവ അല്ലെങ്കിൽ കാസ്നവർ അല്ലെങ്കിൽ പുരാതനമായൊരു മോണ്യുമെൻറ്റ്, പിന്നെ ആ ഡാർജിൻ സ്കൂളിലെ കുട്ടി, ഒരു 13 വയസ്സുകാരി കുട്ടി, അമ്മയില്ലാത്തൊരു കുട്ടി, കുട്ടിയുടെ വാശി, തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്ന ഒരു അച്ഛൻ. അപ്പം അയാൾക്ക് മോളെ സംരക്ഷിക്കാനൊന്നും നേരം കിട്ടുന്നില്ല. അങ്ങനെ ഒരു അച്ഛൻ മോളെ മനസ്സിലാക്കാതെ പോവുകയാണ്. അപ്പോൾ കുട്ടിക്ക് ഇതൊന്നും വേണ്ട. ഈ പറയുന്ന സ്വത്തോ കാര്യങ്ങളോ അച്ഛൻ്റെ ബിസിനസ്സോ ഒന്നും വേണ്ട. പിന്നെ അത് അങ്ങനെ ഒരു മൈൻഡിൽ ജീവിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി പാട്ട് പാടുവോ ഡാൻസ് ചെയ്യുമോ, കുട്ടിക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് പോലും അച്ഛൻ അറിയില്ല. അച്ഛൻ എപ്പോഴും ബിസിനസ്സും തിരക്കുമായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കൗമാരം അത്. പിന്നെ അതുപോലെ തന്നെ പോർച്ചുഗൽ സ്റ്റൈലിലുള്ള ചില ജീവിതങ്ങൾ നമ്മൾ പണ്ട്, ഇത് സത്യമാണോ ഇല്ലയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമ്മളെ ഫെയറി ടെയിൽ കഥകളിലെല്ലാം തന്നെ പലപ്പോഴും നമ്മളെ പേടിപ്പിക്കുന്ന കുറേ യക്ഷികളുണ്ട്. കുറേ ഇങ്ങനത്തെ നമ്മളെ പഴയ ഡാഗിനി അമ്മൂമ്മ, പിന്നെ കുട്ടാലുമാമൻ, അതൊക്കെ നമ്മൾ കഥകളിലൂടെ വായിച്ചറിഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ഷേർഖാൻ, മൗഗ്ലിയിലെ ഷേർഖാൻ. ഇങ്ങനെ നമുക്ക് കുറേ പോസിറ്റീവായ രീതിയിൽ വെച്ചാൽ നമുക്ക് നല്ല ഇഷ്ടമുള്ള സൂപ്പർ ഹീറോസിനോടൊപ്പം നെഗറ്റീവ് തരുന്ന അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന ചില ആൾക്കാരോടെ കാണും. അതുപോലത്തെ കുറേ കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് രസമുള്ളൊരു ഫെയറി ടെയിൽ. നമ്മൾ ഫെയറി ടെയിൽ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇമാജിനറി പവർ ഉണ്ടല്ലോ, അതിവിടെ കൺവേ ചെയ്തിട്ടുണ്ട്. നമുക്കെപ്പോഴും അണ്ടർഗ്രൗണ്ട് ഇഷ്ടമാണ്. പിന്നെ സീക്കുള്ളിൽ, കടലിൻ്റെ ഉള്ളിലെ ലോകം. ഇപ്പോഴാണല്ലോ ഈ മറൈൻ വേൾഡൊക്കെ കാണാനുള്ള ഭാഗ്യമൊക്കെ നമുക്ക് വന്നത്. മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മറൈൻ വേൾഡൊക്കെ വെച്ചാൽ ഭയങ്കര കഥകളാണ്. കടലിനടിയിൽ എന്തൊക്കെയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കഥകളിലെല്ലാം നിധിയുണ്ട്. ഒരുപാട് ആൾക്കാർ സൂക്ഷിച്ചിരുന്ന നിധികളെ കുറിച്ചുള്ള കഥകൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ എല്ലാം കൂടി ചേർത്തൊരു സൂപ്പർ സുന്ദരമായൊരു ഫെയറി ടെയിലായിരുന്നു ബറോസ് എന്ന് പറഞ്ഞാൽ. ബറോസ് പപ്പ കൊള്ളാം. ബറോസ് പപ്പയെ പോലൊരു പപ്പയെ പണ്ട് നമ്മൾ കാത്തിരുന്നിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, വെള്ളക്കുതിരയിലൊക്കെ വരും, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊണ്ടുതരും. നമുക്ക് സാൻഡയെ തന്നെ ഇഷ്ടം അതുകൊണ്ടാണല്ലോ. സാൻഡ നമുക്കെല്ലാം കൊണ്ടുതരും. അതുപോലെ സൂപ്പർ, നല്ല രസമുള്ളൊരു ഫെയറി ടെയിൽ.